IFFKയിൽ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അൻസിബയാണ്. നമുക്ക് ചോദിക്കാം അൻസിബയോട് IFFKയുടെ കുറച്ച് വിശേഷങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് IFFKയിൽ വരുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് IFFKയിൽ വന്നിട്ട് ഞാൻ കാണുന്നത് പെണ്ണും പൊറാട്ടുമാണ്. രാജേഷ് മാധവൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് അതിമനോഹരമായിട്ടുള്ള സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. അത് നമ്മൾ പറയും മനുഷ്യന്മാർ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ പറയും ഇവൻ മൃഗമാണോ എന്ന് പറയുമല്ലോ. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. മൃഗങ്ങൾ നമ്മളെക്കാളും ഫാർ ബെറ്ററാണ്. ഇവൻ വന്യജീവികളാണെങ്കിൽ പോലും വിശന്നു കഴിഞ്ഞാൽ ഇര പിടിക്കാൻ പോകാറുള്ളൂ. അല്ലാതെ മറ്റൊരാളെ കുത്തി നോവിക്കുക, അസൂയ, കുശുമ്പ്, വിവരമില്ലായ്മ എല്ലാം കാണിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാർക്കിടയിൽ വിവേകത്തോടെ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പാലക്കാടൻ പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു മനോഹര സിനിമയാണ് പെണ്ണും പൊറാട്ടും. എല്ലാവരും കാണണം. ഇവിടെ ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം അത് തന്നെയാണ്. ഞാൻ രണ്ടാമത് വേറൊരു ജർമ്മൻ മൂവി കണ്ടു. പക്ഷെ എനിക്ക് ആദ്യം കണ്ട പെണ്ണും പൊറാട്ടും തന്നെയാണ് ഇഷ്ടമായത്. അതിൻ്റെ അടുത്ത് പോലും എത്താത്ത സിനിമയാണ് ഞാൻ രണ്ടാമത് കണ്ടത്. ഇവിടെ ഇപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടാണല്ലോ. ഞാനിപ്പോൾ അമ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആണ്. പക്ഷെ ഞാൻ IFFK എല്ലാവരും രജിസ്റ്റർ ചെയ്ത പോലെ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ വന്നത്. ഇപ്പോൾ അവൾക്കൊപ്പമാണോ എന്ന് ചോദിക്കുന്നവരോട് എന്തായിരിക്കും പറയാനുള്ളത്? ആസ് എ ഒരു ദൃശ്യം ഫിലിമിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളോ, അതായത് അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ അഭിനയിച്ച ഒരാളാണ്. അപ്പോൾ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാം? തീർച്ചയായിട്ടും ആർക്കാണോ ബുദ്ധിമുട്ട് നേരിട്ടത്, ആർക്കാണോ ഒരു പ്രശ്നം അനുഭവിക്കേണ്ടി വന്നത്, അത് ഇത്രയും മൃഗീയമായിട്ടുള്ളൊരു പ്രശ്നം, ദാരുണമായിട്ടുള്ളൊരു സംഭവം നേരിട്ടത്, അങ്ങനെയുള്ള ഒരാളുടെ കൂടെ തന്നെയല്ലേ മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ നീതി കിട്ടട്ടെ, നീതി കിട്ടിയെന്ന് ആ ആൾ പറയട്ടെ. അതെ, ഇപ്പോൾ നീതിക്ക് വേണ്ടിയിട്ട് പല ഇത് വരുന്നുണ്ട്, പല വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് തോന്നുന്നുണ്ട്? ഈ മീഡിയ തന്നെ എന്തെങ്കിലും വളച്ചൊടിക്കുന്നുണ്ട് എന്ന് തോന്നാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും പല കഥകളാണ്. ഇപ്പം നിങ്ങൾ കേട്ട പോലെ തന്നെയുള്ള കഥകൾ എനിക്കറിയുള്ളൂ. നമ്മളാരും ഇത് നേരിട്ട് കണ്ട ആൾക്കാരല്ല, അല്ലെങ്കിൽ കേസ് ഫയൽ കണ്ട ആൾക്കാരല്ല, ക്രോസ് വിസ്താരം കണ്ട ആൾക്കാരല്ല. എവിടെ പറയും, എവിടെ നിൽക്കും? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നേരിടുന്നൊരു വലിയ പ്രശ്നമാണത്. കാരണം എല്ലാവർക്കും ഇതെന്താണെന്ന് മനസ്സിലാവണില്ല. കാരണം പല കഥകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പോൾ എനിക്ക് മീഡിയാസിനോടുള്ള അഭ്യർത്ഥന, കൃത്യമായിട്ടുള്ള ഒരു ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കുക. 10,000 ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ ഒരു മീഡിയയുടെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ഇതൊരു സിനിമയെ ബാധിച്ചിട്ടുണ്ടോ? ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം സിനിമയിൽ ഒരു വിഭജനം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമയെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ ഒരു വിഭജനം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു? സിനിമയിൽ അങ്ങനെ ഒരു വിഭജനം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാത്തിലും ഉപരി മാർക്കറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റിനെ വെച്ചിട്ടേ ഇവിടെ സിനിമ എടുക്കുന്നുള്ളൂ. അതിൽ ഈ കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് സത്യസന്ധമായിട്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഇതൊക്കെ പലരുടെയും വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. എൻ്റെ അഭിപ്രായം വേറെ ആയിരിക്കും, താങ്കളുടെ അഭിപ്രായം വേറെ ആയിരിക്കും, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം വേറെ ആയിരിക്കും. അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മീഡിയയിൽ ഇങ്ങനെ കാണുന്നു, കുറേ പേര് കമൻറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡ് പറഞ്ഞാലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ ഇൻട്രസ്റ്റ് എന്ത് പറഞ്ഞാലും കുറ്റം പറഞ്ഞേക്കാം. അപ്പോൾ യുക്തിപൂർവ്വമുള്ള മറുപടി ഒന്നുമല്ല. അത് വേദനിപ്പിക്കുക എന്നുള്ള ഒരു സന്തോഷം അതേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അല്ലാതെ ഇത് കാരണം സിനിമയിലൊരു വ്യത്യാസം എന്ന് പറയാൻ കഴിഞ്ഞാൽ എപ്പോഴും ആർട്ടിസ്റ്റ് വാല്യൂ നോക്കിയിട്ട് തന്നെയാണ്. അത് ഹീറോ ആണെങ്കിലും ഹീറോയിൻ ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ടിങ് ആക്ടേഴ്സിന് പോലും വാല്യൂ ഉണ്ടോ നോക്കിയിട്ട് തന്നെയാണ് സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ റെയറായിട്ട് വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളെ പോലും പല ഡയറക്ടേഴ്സും കാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. വലിയെന്നല്ല, അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെയുള്ള കാര്യം, ഇങ്ങനൊരു പ്രശ്നം കാരണം നമുക്ക് ഇവിടെ സിനിമയിലൊരു IC എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി വന്നു. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു വലിയൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് സിനിമയിൽ ജോലി ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു ലൈംഗിക അധിക്ഷേപമോ അപ്പോൾ ലൈംഗിക താല്പര്യത്തോടെയുള്ളൊരു നോട്ടമോ നേരിട്ടാൽ പോലും ICയിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തരുന്നൊരു കോൺഫിഡൻസ് വലുതാണ്. അപ്പോൾ അത് സിനിമയിൽ മാത്രം നിൽക്കരുത് എന്നാണ് ഞാൻ പറയണത്. എല്ലാ തൊഴിലിടങ്ങളിലും ഒരു IC ഉണ്ടായാൽ നല്ലതായിരിക്കും. നമ്മൾ IFFKയിലാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. ഇവിടെ ഒരു വൈബ് എങ്ങനെയുണ്ട്? അടിപൊളിയാട്ടോ, സൂപ്പറാണ്. കാരണം എല്ലാവരും ആ ഒരു എനർജിയിലാണ്. നല്ല സിനിമകൾ കാണണം, നല്ല സിനിമകളുടെ ഭാഗമാവണം, ഒരുപാട് പഠിക്കണം. ഇത് കണ്ട് സിനിമകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് യുവത മാത്രമല്ല കേട്ടോ, പ്രായം ചെന്ന ആൾക്കാരും ഉണ്ട്,
അവരവരുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കിപ്പോൾ ഞാൻ ജോലിയെല്ലാം ചെയ്ത് തീർത്തു, ഇനി ഒരു സിനിമ ചെയ്തേക്കാന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. താങ്ക് യു സോ മച്ച്.